Hey guys, welcome to my YouTube channel, The Pharmacy by Roshni. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലാണ്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ ഇടുവൂ എന്നുള്ളത്. കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ആ ഒരു നെയിമിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വൺ വേർഡ്സ് ആയിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എക്സാമിന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡയറക്റ്റ് ആയിട്ടായിരിക്കുമോ, എങ്ങനെയായിരിക്കും എന്നുള്ള പല ടെൻഷൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത് എന്ന് എനിക്ക് 100% ഉറപ്പ് തരാനായിട്ട് സാധിക്കും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഞാൻ റെഫർ ചെയ്തിട്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നോട്ട് ചെയ്ത് വെക്കുക, തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ആൻഡ് നമുക്ക് തീർച്ചയായിട്ടും ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും ഗസ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് സമയമില്ല കളയാനായിട്ട്, അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ എറർ ഡ്യൂ ടു ഇംപ്യൂരിറ്റീസ് ഇൻ കെമിക്കൽസ് ആൻഡ് സോൾവെൻറ്റ് ഈസ് ഡാഷ്. അതായത് കെമിക്കൽസിലും അതുപോലെ തന്നെ സോൾവെൻസിലും ഒക്കെ ഉള്ള ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത് അത് എന്ത് ടൈപ്പ് ഓഫ് എറർ ആണ് എന്നാണ് ചോദിക്കുന്നത്. അത് കെമിക്കൽ എറർ ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലോസ്നെസ് ഓഫ് മെഷർമെൻറ്റ് ടു ദ വാല്യൂ ഇസ് ഡാഷ്. ഇറ്റ് ഈസ് അക്യുറസി. ക്ലോസ്നെസ് എന്ന് പറയുമ്പോൾ അക്യുറസിയാണ് ആൻസർ. ദി ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെരിമെൻ്റൽ മീൻ ആൻഡ് ട്രൂ വാല്യൂ ഇസ് നോൺ ആസ് ഡാഷ്. ആബ്സല്യൂട്ട് എറർ. ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ എറേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഷുവർ ആയിട്ട് ചോദിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ടേംസ് നിങ്ങൾ തീർച്ചയായിട്ടും നമുക്കത് 3 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ചോദിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു 90% അല്ലെങ്കിൽ ഒരു 85% നമുക്ക് ഉറപ്പിച്ച് പറയാം ആ ഒരു പോർഷൻ, എറേഴ്സിൻ്റെ പോർഷനിൽ നിന്നും വൺ വേർഡ് എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ടേംസ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ വായിക്കാതെ ആ ചാപ്റ്റർ ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ബാക്കിയെല്ലാം പഠിച്ചിട്ട് ആ ചാപ്റ്റർ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ. പക്ഷേ അറ്റ്ലീസ്റ്റ് ബൈ ഹാർട്ട് ചെയ്തിട്ടെങ്കിലും ആ ടേംസ് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചിട്ട് പോവാം കേട്ടോ. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The derivation of data from its mean is generally described by dash. It is standard deviation. The reproducibility of results of a number of experiments is generally known as dash. It is precision. Next question. Sodium metal is stored in dash. സോഡിയം മെറ്റൽ എന്ന് പറയുന്നത് വളരെ എക്സ്പ്ലോസീവ് ആണ്. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറയുന്നത് കെറസിനിലാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഇൻ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് ഈസ് മെയ്ഡ് വിത്ത് ഡാഷ്. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഫോർ ലിമിറ്റ് ടെസ്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? സോഡിയം ക്ലോറൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബേരിയം സൾഫേറ്റ് റിയേജൻറ്റ് കണ്ടെയ്ൻസ് ഡാഷ്. ബാരിയം സൾഫേറ്റ് റിയേജൻറ്റിൽ എന്താണുള്ളത്? സോ സൾഫേറ്റ് ഫ്രീ ആൽക്കഹോൾ ഉണ്ട്, ബേരിയം സൾഫേറ്റ് ഉണ്ട്, അതുപോലെ പൊട്ടാസ്യം സൾഫേറ്റും ഉണ്ട്. ഇൻ ദ ലിമിറ്റ് ടെസ്റ്റ് ഓഫ് സൾഫേറ്റ് വിച്ച് പ്രിവെൻറ്റ്സ് ദ സൂപ്പർ സാച്ചുറേഷൻ ഓഫ് ബേരിയം സൾഫേറ്റ്. ബേരിയം സൾഫേറ്റിൻ്റെ സൂപ്പർ സാച്ചുറേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഏതാണ് സൾഫേറ്റിൻ്റെ ലിമിറ്റ് ടെസ്റ്റിൽ? സോ ദ ആൻസർ ഈസ് ആൽക്കഹോൾ. ആൽക്കഹോൾ ആണ് സൂപ്പർ സാച്ചുറേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഓൾ ദ റിയേജൻസ് ഇൻ ദ ലിമിറ്റ് ടെസ്റ്റ് ഓഫ് ആർസെനിക് ആർ ലേബിൾഡ് ആസ് ഡാഷ്. അതായത് റിയേജൻസ് ഒക്കെ ലേബൽ ചെയ്യുന്നത് എങ്ങനെയാണ് ആർസെനിക്കിൻ്റെ എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് AST. ഈ ഒരു സൈഡിൽ കാണിക്കുന്ന പോലെ AST എന്നാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത്. ഫിസിയോകെമിക്കൽ പാരാമീറ്റർ പ്രിസ്ക്രൈബ്ഡ് ഇൻ ഫാർമക്കോപ്പിയ ഫോർ ബാരിയം സൾഫേറ്റ് ഈസ് ഡാഷ്. ബേരിയം സൾഫേറ്റിൻ്റെ ഫിസിയോകെമിക്കൽ പ്രോപ്പർട്ടി ഫാർമക്കോപ്പിയയിൽ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൾക്കിനെസ് വെച്ചിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെഡ് അസിറ്റേറ്റ് വൂൾ ഈസ് യൂസ്ഡ് ഇൻ ദ ആർസെനിക് ലിമിറ്റ് ടെസ്റ്റ് ടു അബ്സോർബ് ഡാഷ്. എന്ത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഹൈഡ്രജൻ സൾഫൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 parts per million is the same as dash. 1 parts per million എന്ന് പറയുന്നത് 1 mg/mg ആണ് കേട്ടോ. 1 parts per million corresponds to 1 mcg is dash. 1 parts per million എന്ന് പറയുന്നത് 1 mcg ആയിട്ട് കറസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് 1 gram. Thioglycolic acid is used in the limit test for dash. ഏതിൻ്റെ ലിമിറ്റ് ടെസ്റ്റിനാണ് യൂസ് ചെയ്യുന്നത്? അയൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് സ്റ്റെയിൻസ് ദ മെർക്കുറി ക്ലോറൈഡ് പേപ്പർ ഡാഷ്. എന്ത് കളറാണ് വരുന്നത്? യെല്ലോ കളർ. മോഡിഫൈഡ് ഗ്വിറ്റ്സെറ്റ് ടെസ്റ്റ് ഈസ് ഇൻ ദ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ഡാഷ് ആണ് ക്വസ്റ്റ്യൻ. ആർസെനിക്. ഗ്വിറ്റ്സെറ്റ് അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ തന്നെ ആർസെനിക് ആണ്. ബാക്കിയെല്ലാം ചെയ്യുന്നത് നെസ്ലർ സിലിണ്ടറിലാണ് അല്ലേ. എക്സാമ്പിൾസ് ഫോർ ഹെവി മെറ്റൽസ് ആസ് ഇംപ്യൂരിറ്റീസ് ഇൻ ദ ഫാർമസ്യൂട്ടിക്കൽസ്. ഫാർമസ്യൂട്ടിക്കൽസിൽ വരാവുന്ന ഹെവി മെറ്റൽസിൻ്റെ ഇംപ്യൂരിറ്റി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ആർസെനിക് ഉണ്ട്, സിങ്ക് ഉണ്ട്, ലെഡ് ഉണ്ട്, ബിസ്മത്ത് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് പറയാവുന്നതാണ്. സോഴ്സസ് ഓഫ് ഇംപ്യൂരിറ്റി ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഈസ് ബൈ ഡാഷ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇംപ്യൂരിറ്റീസ് ഒരു ഫാർമസ്യൂട്ടിക്കൽ എക്സ്പെരിമെൻറ്റിൽ വരും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് എക്യുപ്മെൻറ്റ്സിൽ നിന്ന് വരാം, റോ മെറ്റീരിയൽസിൽ നിന്ന് വരാം, അതുപോലെ തന്നെ അഡൾട്രൻസിൽ നിന്ന് വരാം. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്.
വാട്ട് ഈസ് ദ ഫൈനൽ കളർ ഒബ്സർവ്ഡ് ഇൻ ദ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ലെഡ്? ലെഡിൻ്റെ ലിമിറ്റ് ടെസ്റ്റിൽ കാണുന്ന ഫൈനൽ കളർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് റെഡ് കളർ. ലിമിറ്റ് ടെസ്റ്റ് ഫോർ ലെഡ്, ദ ഒറിജിനൽ കളർ ഓഫ് ഡൈത്തിസോൺ ഇൻ ക്ലോറോഫോം ഈസ് ഡാഷ്. ക്ലോറോഫോമിൽ ഡൈത്തിസോണിൻ്റെ ഒറിജിനൽ കളർ എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്ന് പറയുമ്പോൾ ഗ്രീൻ ആണ് ഒറിജിനൽ കളർ. ഹൈഡ്രജൻ സൾഫൈഡ് വെൻ ആഡഡ് ടു ലെഡ് നൈട്രേറ്റ് ദ സൊല്യൂഷൻ ഗീവ്സ് ഡാഷ്. എന്ത് കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ബ്രൗൺ precipitate. ദ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഡാഷ്. അതായത് നമ്മൾ അയണിക് പ്രോഡക്റ്റ്, വാട്ടറിൻ്റെ അയണിക് പ്രോഡക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതിലാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് pKa വാല്യൂ എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 1 millimole ഈസ് ഇക്വാലൻറ്റ് ടു ഡാഷ്. 1 millimole എന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വലൻ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് 0.001 mന് ഇക്വലൻ്റ് ആണ് കേട്ടോ. ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ്, സൾഫേറ്റ് ആൻഡ് അയൺ ആർ ക്യാരിഡ് ഔട്ട് ഇൻ ഡാഷ്. ഇതൊക്കെ ഏതിലാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നെസ്ലേഴ്സ് സിലിണ്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തയോഗ്ലൈക്കോളിക് ആസിഡ് ഈസ് ഡാഷ്. തയോഗ്ലൈക്കോളിക് ആസിഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ലിമിറ്റ് ടെസ്റ്റ് ഓഫ് അയണിൽ തന്നെ പഠിക്കുന്നതാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആസിഡ് ഈസ് ആഡഡ് ടു പ്രിവെന്റ് ദ precipitation ഓഫ് അയൺ ആസ് ഫെറിക് ഹൈഡ്രോക്സൈഡ് ഇൻ ദ ലിമിറ്റ് ടെസ്റ്റ് ഫോർ അയൺ? ഏത് ആസിഡാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് സിട്രിക് ആസിഡ്. In the limit test for iron, standard solution is prepared with dash. Standard solution എന്തുപയോഗിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഫെറിക് അമോണിയം സൾഫേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ്, ഒപ്പാലസൻസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ precipitation ഓഫ് ഡാഷ്. എന്തിൻ്റെ precipitation-ലൂടെയാണ് നമ്മുടെ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡിൽ ഒപ്പാലസൻസ് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് സിൽവർ ക്ലോറൈഡ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ്, നൈട്രിക് ആസിഡ് പ്രിവെൻറ്റ്സ് ഒപ്പാലസൻസ് കോസ്ഡ് ഡ്യൂ ടു ഡാഷ്. ക്ലോറൈഡിൻ്റെ ലിമിറ്റ് ടെസ്റ്റിൽ നൈട്രിക് ആസിഡ് ഒപ്പാലസൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒപ്പാലസൻസ് ആണ് പ്രിവെൻറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ എന്ന് പറയുമ്പോൾ സിൽവർ ക്ലോറൈഡ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ആൽക്കലൈൻ ഇംപ്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒപ്പാലസൻസ് ആണ് നൈട്രിക് ആസിഡ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു നൈട്രിക് ആസിഡ് അതിൽ ആഡ് ചെയ്യുന്നത് തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്യൂരിഫൈഡ് വാട്ടർ ഈസ് പ്രിപ്പയർഡ് ഫ്രം പോർട്ടബിൾ വാട്ടർ ബൈ ഡാഷ്. പോർട്ടബിൾ വാട്ടർ ആക്കിയിട്ട് പ്യൂരിഫൈഡ് വാട്ടറിനെ പ്രിപ്പയർ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്ത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഡിസ്റ്റിലേഷൻ ഉണ്ട്, അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഉണ്ട്, അതുപോലെ റിവേഴ്സ് ഓസ്മോസിസ് ഉണ്ട്. അപ്പോൾ ഇതിൽ മൂന്നിൽ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഈസിലി റിമൂവ്ഡ് ബൈ ഡാഷ്. ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം? ബോയിലിംഗ്. വൺ ഓഫ് ദ പാരാമീറ്റർ യൂസ്ഡ് ഫോർ ദ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് ഡാഷ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രോപ്പർട്ടിയിലാണ് അത് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് സെറ്റിംഗ് പ്രോപ്പർട്ടി. അത് ഭയങ്കര സെറ്റ് ചെയ്യും. ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ളത്തിൽ നനച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു സോഫ്റ്റ് ആവുമെങ്കിലും അത് കുറച്ചും കൂടെ ഡ്രൈ ആവും തോറും അത് ഹാർഡായി വരുന്ന ഒരു സെറ്റിംഗ് പ്രോപ്പർട്ടിയാണ്. സിമെൻറ്റിൻ്റെയൊക്കെ പോലെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിന് കേട്ടോ. ഇൻ ഇൻഡസ്ട്രി, ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് റിമൂവ്ഡ് ബൈ ഡാഷ്. വാട്ടറിൻ്റെ ഹാർഡ്നെസ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് സിയോലൈറ്റ്സ് യൂസ് ചെയ്യാം, അതുപോലെ കെമിക്കൽ precipitation ഉണ്ട്, അതുപോലെ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡാഷ്. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രസൻസ് കാരണമാണ്? കാൽസ്യം ബൈകാർബണേറ്റ്സും ഒപ്പം മെഗ്നീഷ്യം ബൈകാർബണേറ്റ്സും കാരണമാണ്. ഡീമിനറലൈസ്ഡ് വാട്ടർ ഈസ് പ്രിപ്പയർഡ് ബൈ ഡാഷ്. ഡീമിനറലൈസ് ചെയ്തിട്ടുള്ള വാട്ടർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റിലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്യൂരിഫൈഡ് വാട്ടർ ഷുഡ് ഹാവ് pH ബിറ്റ്വീൻ ഡാഷ്. പ്യൂരിഫൈഡ് വാട്ടറിൻ്റെ pH എത്രയായിരിക്കണമെന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ 4.5 to 7 ആയിരിക്കണം പ്യൂരിഫൈഡ് വാട്ടറിൻ്റെ pH എന്ന് പറയുന്നത്. വെൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 gram ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് പെർ ലിറ്റർ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡാഷ്. 1 ഗ്രാമിൻ്റെ അടുത്ത് വെയിറ്റ് ഉള്ള സബ്സ്റ്റൻസ് ഒരു സൊല്യൂഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് സൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോർമൽ സൊല്യൂഷൻ. പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡാഷ്. പെർമനൻറ്റ് ഹാർഡ്നെസ് എന്തിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യം സൾഫേറ്റും മെഗ്നീഷ്യം സൾഫേറ്റും. ദ കാറ്റയോൺ പ്രസൻറ്റ് ഇൻ ഹാർഡ് വാട്ടേഴ്സ് ആർ ഡാഷ്. ഹാർഡ് വാട്ടറിൽ എന്തിൻ്റെയൊക്കെ കാറ്റയോൺസ് ആണുള്ളത്? കാൽസ്യത്തിൻ്റെയും അതുപോലെ മെഗ്നീഷ്യത്തിൻ്റെയും കാറ്റയോൺസ് ആണ് ഉണ്ടാവുക. ആൻറ്റിമൈക്രോബിയൽ ഏജൻറ്റ് ത്രൂ ഓക്സിഡേറ്റീവ് മെക്കാനിസം ഈസ് ഡാഷ്. ആൻറ്റിമൈക്രോബിയൽ ഏജൻറ്റ് ഓക്സിഡേഷൻ മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് എക്സ്പ്രസ്ഡ് ബൈ ഡാഷ്. ഒരു വാട്ടറിൻ്റെ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് എന്തൊക്കെ ടൈപ്പിലാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് മെത്തേഡ് ഉണ്ട്, ക്ലാർക്സ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ പാർട്സ് പെർ മില്യണും ഉണ്ട് കേട്ടോ. സ്ട്രോങ് ആസിഡ് ഈസ് ഡാഷ്. ഒരു സ്ട്രോങ് ആസിഡിൻ്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ അയഡിൻ പ്ലസ് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ GMP പെർമിറ്റഡ് ലിമിറ്റ് ഓഫ് സോളിഡ് കണ്ടന്റ് ഇൻ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ഈസ് ഡാഷ്. വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ്റെ ഗുഡ് മാനുഫാക്ചറിങ് പ്രോസസ് പ്രകാരമുള്ള സോളിഡ് കണ്ടന്റ് എത്ര ആയിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ദ ആൻസർ ഈസ് 10 parts per million. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സോൾവെന്റ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഈസ് ഡാഷ്.
മോസ്റ്റ് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ് എന്താണ്? സോൾവെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ, സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ സോൾവെൻറ്റ് എന്തായിരിക്കും? വാട്ടർ. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. 1 part of solute is soluble in less than 1 part of solvent. അത് എങ്ങനെ സോലുബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ആണെന്നാണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് വെരി സോലുബിൾ, നല്ല രീതിയിൽ സോലുബിൾ ആവുന്ന സൊല്യൂഷൻ ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫാർമക്കോപ്പിയൽ മോണോഗ്രാഫ് കാറ്റഗറി മീൻസ് ഡാഷ്. ഫാർമക്കോപ്പിയൽ മോണോഗ്രാഫിൽ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാറ്റഗറി എന്ന് പറയുന്നത് യൂസ് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ഡാഷ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് വെരി ഡെലിക്വിസൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സബ്സ്റ്റൻസ് വിത്ത് pH ബിറ്റ്വീൻ 0 to 7 ആർ ഡാഷ്. അതായത് 0 മുതൽ 7 വരെ pH ഉള്ള സബ്സ്റ്റൻസിന് നമ്മൾ എന്താ പറയുന്നത്? ആസിഡ്സ്. ഫിനോഫ്താലിൻ ഇൻ ആസിഡ് മീഡിയം ഈസ് ഡാഷ്. ഒരു അസിഡിക് മീഡിയത്തിൽ ഫിനോഫ്താലിൻ്റെ കളർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അസിഡിക് മീഡിയത്തിൽ ഫിനോഫ്താലിൻ എന്ന് പറയുന്നത് കളർലെസ് ആണ്. അതേസമയം ആൽക്കലൈൻ മീഡിയത്തിലാണെങ്കിൽ പിങ്ക് കളറാണ് ഫിനോഫ്താലിൻ കാണിക്കുക. pH ഈസ് ഡിഫൈൻഡ് ആസ് ഡാഷ്. pH എന്ന് പറയുന്നത് എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. pH എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. അറ്റ് വാട്ട് pH ഫിനോഫ്താലിൻ ഈസ് പിങ്ക് ഇൻ കളർ. ഏത് pHലാണ് ഫിനോഫ്താലിൻ പിങ്ക് കളർ ആവുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് 8 to 12 ആണ് pH. pH സ്കെയിൽ റേഞ്ച് ഫ്രം ഡാഷ്. pH സ്കെയിൽ എന്ന് പറയുന്നത് റേഞ്ച് എത്രയാണ്, അതായത് എത്ര മുതൽ എത്ര വരെയാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് 0 to 14. The gram equivalent weight of sodium hydroxide is dash. Gram equivalent weight of sodium hydroxide എത്രയാണെന്നാണ് ചോദിക്കുന്നത്. That is 40 grams. Indicator used in the assay of boric acid. Boric acidൻ്റെ assayയിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഫിനോഫ്താലിൻ. Caustic soda chemically is dash. Caustic soda കെമിക്കൽ നെയിം എന്താണെന്നാണ് ചോദിക്കുന്നത്. That is NaOH. An acid and base combine to make dash. ഒരു ആസിഡും ബേസും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നതെന്ന് ചോദിക്കുന്നത്. That is salt and water. Methyl red in ammonical medium gives dash color. Methyl red ഒരു അസിഡിക് ഡൈ ആണ്, അല്ലെങ്കിൽ അസിഡിക് ഇൻഡിക്കേറ്റർ ആണ്. അത് അമോണിക്കൽ സൊല്യൂഷനിൽ എന്ത് കളറാണ് തരുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ഓറഞ്ചിഷ് യെല്ലോ. An imidazole aromatase inhibitor which is effective in reducing estrogen level is dash. ഏതാണ് ആൻസർ? അനാസ്ട്രസോൾ. അനാസ്ട്രസോൾ ആണ് ആൻസർ എന്ന് പറയുന്നത്. A natural alkaloid used as myotic in the treatment of glaucoma. ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെൻറ്റിൽ മയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? പിലോകാർപ്പിൻ. നിയോസ്റ്റിഗ്മിൻ ബ്രോമൈഡ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഓറലി ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡാഷ്. നിയോസ്റ്റിഗ്മിൻ എന്ന് പറയുന്നത് മയസ്തീനിയ ഗ്രേവിസിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്. അട്രോപ്പിൻ ഈസ് എൻ എസ്റ്റർ ഓഫ് ആൽക്കഹോൾ ട്രോപ്പിൻ വിത്ത് എൻ ആരോമാറ്റിക് ആസിഡ് ഡാഷ്. എന്താണ് അടങ്ങിയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ട്രോപ്പിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിംഗ് സിസ്റ്റം ഇൻ ലിഡോക്കെയിൻ ഈസ് ഡാഷ്. റിംഗ് ഏതാണ് ലിഡോക്കെയിനിലുള്ളതെന്നാണ്. ദാറ്റ് ഈസ് സൈലിഡിൻ. കാൾ ഫിഷർ റിയേജൻറ്റ് ഈ സ്റ്റാൻഡർഡൈസ്ഡ് വിത്ത് ഡാഷ്. കാൾ ഫിഷർ റിയേജൻറ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ സോഡിയം ടാർട്ടാറേറ്റ്. പാരാൾഡിഹൈഡ് ഈസ് യൂസ്ഡ് ആസ് എൻ ആൻറ്റി കൺവൾസൻറ്റ് ടു ട്രീറ്റ് ഡാഷ്. പാരാൾഡിഹൈഡ് ഒരു ആൻറ്റി കൺവൾസൻ്റ് ആണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീപ്പായിട്ട് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡി പെനിസിലമൈൻ ഈസ് എ ചീലേറ്റിംഗ് ഏജൻറ്റ് യൂസ്ഡ് ടു ട്രീറ്റ് ഡാഷ്. എന്ത് ട്രീറ്റ് ചെയ്യാനാണ് ഡി പെനിസിലമൈൻ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വിൽസൺ ഡിസീസിന് യൂസ് ചെയ്യും, അതുപോലെ തന്നെ കോപ്പർ ആൻഡ് ലെഡ് പോയ്സണിങ്ങിന് യൂസ് ചെയ്യും, റുമറ്റോയിഡ് ആർത്രൈറ്റിസിന് യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. നാർക്കോട്ടിക് അനാൽജസിക് ഈസ് ഡാഷ്. ഒരു നാർക്കോട്ടിക് അനാൽജസിക്കിൻ്റെ എക്സാമ്പിൾ പറയാം. അപ്പോൾ പെൻഡോസോസിനുണ്ട്, അതുപോലെ മോർഫിനുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും പറയാം. വാർഫോറിൻ ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് ഡാഷ്. എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ്? 4-ഹൈഡ്രോക്സി കൗമാറിൻ. ഗാർഡനൽ ആൻഡ് ലൂമിനൽ ആർ ദ ബ്രാൻഡ് നെയിം ഓഫ് ഡാഷ്. ഗാർഡനൽ അല്ലെങ്കിൽ ലൂമിനൽ എന്ന് പറയുന്നത് ഫീനോ ബാർബിറ്റോൻ്റെ ബ്രാൻഡ് നെയിംസ് ആണ് അല്ലേ. നാഫ്തലിൻ റിംഗ് ഈസ് പ്രസൻറ്റ് ഇൻ ഡാഷ്. നാഫ്തലിൻ റിംഗ് ഏതിലാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊപ്രാനലോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെനിസിലിൻ ബി ഈസ് ഡാഷ്. പെനിസിലിൻ ബി എന്ന് പറയുന്നത് ഫിനോക്സി മീഥൈൽ പെനിസിലിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈപെരിഡൻ ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ഡാഷ്. ബൈപെരിഡിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് പാർക്കിൻസോണിസം. ഫങ്ഷണൽ ഗ്രൂപ്പ് റിയാക്ടിവിറ്റി എഫക്ട്സ് ഡാഷ്. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനെയാണ് കോമൺ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് സ്റ്റെബിലിറ്റി ആയിരിക്കും ബാധിക്കുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റി അല്ലാതെ എന്തൊക്കെയായിരിക്കും? സ്റ്റോറേജ് അല്ലെങ്കിൽ ഡ്രഗിൻ്റെ ഷെൽഫ് ലൈഫ്, ഇതിനൊക്കെ ബാധിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെട്രോസൈക്ലിക് സിസ്റ്റം പ്രസൻറ്റ് ഇൻ ഫീനൈൽ ബ്യൂട്ടസോൺ ഈസ് ഡാഷ്. ഫീനൈൽ ബ്യൂട്ടസോണിൽ അടങ്ങിയിട്ടുള്ള ഹെട്രോസൈക്ലിക് റിംഗ് എന്ന് പറയുന്നത് പൈറസോളിഡിൻ ആണ് അടങ്ങിയിട്ടുള്ളത്. നാച്ചുറലി ഒക്വറിംഗ് മീഥൈൽ മോർഫിൻ ഫൗണ്ട് ഇൻ ഒപ്പിയം ഈസ് ഡാഷ്. ഒപ്പിയത്തിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറലി ഉള്ള മീഥൈൽ മോർഫിൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് നാർസിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാൽബ്യൂട്ടമോൾ ഈസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡാഷ്. സാൽബ്യൂട്ടമോൾ എന്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോങ്കിയൽ ആസ്മ. ഡൈഫെൻഹൈഡ്രമിൻ ഹൈഡ്രോക്ലോറൈഡ് ഈസ് എ ഡാഷ്. എന്താണ്? ഇറ്റ് ഈസ് എൻ ആൻറ്റി ഹിസ്റ്റമിൻ.
നോൺ ബെൻസോഡയസെപ്പിൻ ആഗോണിസ്റ്റ് ഈസ് ഡാഷ്. അതിൻ്റെ എക്സാമ്പിളാണ് ചോദിക്കുന്നത്, ദാറ്റ് ഈസ് സെയിലിപ്ലോൺ. ഓറൽ ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റർ ഈസ് ഡാഷ്, ദാറ്റ് ഈസ് മെഗ്ലിറ്റോൾ. ആൻഡ് ആംഫോട്ടറിക് കോമ്പൗണ്ട് ഈസ് ഡാഷ്. ആംഫോട്ടറിക് ആയിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ് ചോദിക്കുന്നത്, ദാറ്റ് ഈസ് ആംപിസിലിൻ പറയാവുന്നതാണ്. ആൻഡ് ഡൈഫെൻഹൈഡ്രമിൻ ഈസ് ഡാഷ്. ഡൈഫെൻഹൈഡ്രമിൻ എന്ന് പറയുന്നത് എത്തനോൾ അമൈൻ ആണ് കേട്ടോ. പൈപ്പറിഡിൻ ആൻറ്റി ഹിസ്റ്റമിൻ ഡെറിവേറ്റീവ് ഈസ് ഡാഷ്. പൈപ്പറിഡിൻ്റെ ആൻറ്റി ഹിസ്റ്റമിൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ലൊറാറ്റിഡിൻ. എഫീഡ്രിൻ ഈസ് എ ഡാഷ്. എഫീഡ്രിൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആൽക്കലോയിഡ് ആണ് കേട്ടോ. ആൻറ്റി ക്യാൻസർ ഡ്രഗ് പാക്ലിടാക്സിൽ ഈസ് ക്ലാസിഫൈഡ് ആസ് ഡാഷ്. പാക്ലിടാക്സിൽ എന്ന് പറയുന്നത് ഒരു ടാക്സീൻ ആണ്. ആൻറ്റി ഡയബറ്റിക് ബൈഗൊനൈഡ് ഡെറിവേറ്റീവ് ഈസ് ഡാഷ്. ആൻറ്റി ഡയബറ്റിക്കിൽ ബൈഗൊനൈഡ് ഡെറിവേറ്റീവ് ഏതാണെന്നാണ് ചോദിക്കുന്നത്, ദാറ്റ് ഈസ് മെറ്റ്ഫോമിൻ. ഹെക്സമീൻ ഈസ് ഡാഷ്. ഹെക്സമീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂറിനറി ട്രാക്ട് ആൻറ്റി ഇൻഫെക്റ്റീവ് ഏജൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പെത്തിഡിൻ ഈസ് എ സിന്തറ്റിക് ഡെറിവേറ്റീവ് ഓഫ് ഡാഷ്. പെത്തിഡിൻ എന്ന് പറയുന്നത് ഒരു മോർഫിൻ ഡെറിവേറ്റീവ് ആണ്. സാന്തീൻ ആൽക്കലോയിഡ് ഈസ് പ്രസൻറ്റ് ഇൻ ഡാഷ്. സാന്തീൻ ആൽക്കലോയിഡ് എന്തിലാണ്? ടീയിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് എർഗോട്ട് ഡെറിവേറ്റീവ് ഈസ് ഡാഷ്. എർഗോട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ബ്രോമോ ക്രിപ്റ്റിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഓഫ് ബ്രോം ഹെക്സിൻ അല്ലെങ്കിൽ മ്യൂക്കോലൈറ്റിക് ഈസ് ഡാഷ്, ദാറ്റ് ഈസ് മീഥൈൽ സിസ്റ്റിൻ. അസിഡിക് ഫങ്ഷണൽ ഗ്രൂപ്പ് കൺഫേംസ് ഡാഷ്. ഒരു അസിഡിക് ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്, ദാറ്റ് ഈസ് അയണിക് ബോണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, അല്ലെങ്കിൽ അയൺ ഡൈപോൾ ബോണ്ട് ഉണ്ട് എന്നൊക്കെയാണ് കൺഫേം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തയോമെർസിൽ ഈസ് ഡാഷ്. തയോമെർസിൽ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് മെർക്കൂരിയൽ പ്രിസർവേറ്റീവ് ആണ്. കീറ്റോൺ ഓൺ റിഡക്ഷൻ ഗിവ്സ് ഡാഷ്, ദാറ്റ് ഈസ് സെക്കൻഡറി ആൽക്കഹോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഐസോമർ ഓഫ് നാപ്രോക്സിൻ ഈസ് ആക്റ്റീവ്. അതായത് നാപ്രോക്സിൻ്റെ ഏത് ഐസോമറാണ് ആക്റ്റീവ് എന്നാണ് ചോദിക്കുന്നത്. ദ ആൻസർ ഈസ് S+ ഐസോമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബിമസോൾ ഈസ് ഡാഷ്. കാർബിമസോൾ എന്ന് പറയുന്നത് ഒരു ആൻറ്റി തൈറോയിഡ് ഡ്രഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൾഫണൈൽ യൂറിയ ഗ്രൂപ്പ് ഈസ് പ്രസൻറ്റ് ഇൻ ഡാഷ്. സൾഫണൈൽ യൂറിയ ഗ്രൂപ്പ് ഏതിലാണ് അടങ്ങിയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്, ദാറ്റ് ഈസ് ക്ലോർപ്രൊപ്പമൈഡ്. കെമിക്കലി റൈബോഫ്ലേവിൻ ഈസ് ഡാഷ്. റൈബോഫ്ലേവിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് ചോദിക്കുന്നത്, ദാറ്റ് ഈസ് 6,7-dimethyl isoalloxacin. കാർബൈലമൈൻ റിയാക്ഷൻ ഈസ് എ ടെസ്റ്റ് ഫോർ ഡാഷ്. കാർബൈലമൈൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ടെസ്റ്റ് ആണെന്നാണ് ചോദിക്കുന്നത്, ദാറ്റ് ഈസ് പ്രൈമറി അമൈൻ. സ്റ്റിൽ ബോസ്റ്ററോൾ ഈസ് എ ഡാഷ്. സ്റ്റിൽ ബോസ്റ്ററോൾ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേബിൾ മിക്സ്ചർ ഓഫ് തിയോഫിലിൻ വിത്ത് എയ്തൈൽ ഡയമൈൻ ഈസ് ഡാഷ്, അമിനോഫിലിൻ. ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ്ഡ് ബൈ കെമിക്കൽ സിന്തസിസ് ഈസ് ഡാഷ്. കെമിക്കൽ സിന്തസിസിൽ ഉണ്ടാക്കുന്ന ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് ക്ലോറാംഫെനിക്കോൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്യൂറിൻ ഈസ് ഡാഷ്. അന്യൂറിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B1 ആയിട്ടുള്ള തയമിൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാവുലാനിക് ആസിഡ് ഹാസ് എ ബീറ്റാ ലാക്ടം റിംഗ് ഫ്യൂസ്ഡ് വിത്ത് ഡാഷ്. എന്തുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടുള്ള റിംഗ് ആണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സസോളിൻ. ഫോളിക് ആസിഡ് ഈസ് ഡാഷ്. ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് യെല്ലോ ഓറഞ്ച് പൗഡർ ആണ് കേട്ടോ. അസറ്റൈൽ കോളിൻ ഈസ് എ ഡാഷ്. അസറ്റൈൽ കോളിൻ ഒരു കോളിനർജിക് അഗോണിസ്റ്റ് ആണ്. മീഥൈൽ പാരബിൻ ഈസ് ഡാഷ്. മീഥൈൽ പാരബിൻ ഒരു പ്രിസർവേറ്റീവ് ആണ് അല്ലേ. സെട്രിമൈഡ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡാഷ്. സെട്രിമൈഡ് എന്ന് പറയുന്നത് ഒരു കാറ്റയോണിക് സർഫസ് ആക്റ്റീവ് ഏജന്റ് ആണ്. കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് യൂസ്ഡ് ടു ട്രീറ്റ് ഗ്ലൂക്കോമ, ദാറ്റ് ഈസ് ഡോർസോളമൈഡ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിംഗ് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏതൊരു മോർഫിനിലുള്ള റിംഗ് ഏതാണ്, അല്ലെങ്കിൽ ഡൈസെപ്പത്തിലുള്ള റിംഗ് ഏതാണ്, ആ റിംഗ് സ്ട്രക്ചർ മെയിനായിട്ട് പഠിക്കുക. സിലബസ് പ്രകാരം കെമിക്കൽ നെയിംസ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ പോലും ചില കെമിക്കൽ നെയിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്പ്ലാറ്റിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെറ്റ്ഫോമിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊപ്രാനലോൾ ആയിക്കോട്ടെ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ടും എടുത്ത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കെമിക്കൽ നെയിംസ് നോക്കുക. അപ്പോൾ അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മെയിനായിട്ട് സ്ട്രക്ചർ തന്നെ നന്നായിട്ട് പഠിക്കണം. അതും ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള മോഡലിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ എറേഴ്സിൻ്റെ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എറേഴ്സ് തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള റിംഗ് ഏതാണ് അടങ്ങിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഐസോമറിസം, അങ്ങനത്തെ കുറച്ച് ടേംസ്, ഓർഗാനിക് ടേംസ് ഒക്കെ നോക്കുക. അതുപോലെ തന്നെ ഏതുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് പ്യൂരിൻ വരുന്നത്, അല്ലെങ്കിൽ പിരമിഡിൻ എന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഹെട്രോസൈക്ലിക് റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. അപ്പോൾ അതും ചോദിക്കാറുണ്ട്. ആൻഡ് സ്ട്രക്ചർ വരയ്ക്കാനും നിങ്ങൾ 1 മാർക്കിന് എക്സ്പെക്ട് ചെയ്തോളൂ, കാരണം അതും ചോദിക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ മെയിനായിട്ട് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നോക്കുക, ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ്റെ അടിയിൽ വരുന്ന ഡ്രഗ്സ് ഏതാണ്, അതുപോലെ ഏതൊക്കെ ക്ലാസിഫിക്കേഷനിലുള്ള ഡ്രഗ്സ് എന്തിനാണ് യൂസ് ചെയ്തത്, അതൊക്കെ ബേസിക്കായിട്ട് മനസ്സിലാക്കുക. അതൊക്കെ വൺ വേർഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനിയും ഒരു പാർട്ട് 2 ഓഫ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഇനിയും ക്വസ്റ്റ്യൻസ് വേണം, അയ്യോ ഈ ക്വസ്റ്റ്യൻസ് പോരാ എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതുപോലെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് പരിഗണിക്കുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ പെട്ടെന്ന് കിട്ടുന്നതാണ്. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.